നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന. സ്വാഗതം. വിൻഡോസ് പിസിയിൽ ആൻഡ്രോയിഡ് ഫോണിലെ ഫയലുകൾ വയർലെസ് ആയി എടുക്കാം. പുതിയ ഫീച്ചർ ആൻഡ്രോയിഡ് ഫോണുകളിൽ നിന്നും വിൻഡോസ് കമ്പ്യൂട്ടറുകളിലേക്ക് ഫയലുകൾ കൈമാറുന്നത് കൂടുതൽ ലളിതമാക്കി മൈക്രോസോഫ്റ്റ്. വിൻഡോസ് ഫയൽ എക്സ്പ്ലോറ്റിൽ തന്നെ ആൻഡ്രോയിഡ് ഫോണിലെ ഫയലുകൾ കാണാനാവുന്ന പുതിയ ഫീച്ചറാണ് അവതരിപ്പിച്ചിരുന്നത്. നിലവിൽ വിൻഡോസ് ഇൻഡൈസർ ഉപഭോക്താക്കൾക്കാണ് ഈ സൗകര്യം ലഭിക്കുക. ഇതുവഴി ആൻഡ്രോയിഡ് ഫോണിലെ ഫയലുകൾ വിൻഡോസ് കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് വയർലെസ് ആയി കൈകാര്യം ചെയ്യാനാകും. ആൻഡ്രോയിഡ് ഫോണിലെ ഫയലുകൾ തുറക്കാനും കോപ്പി ചെയ്യാനും പേര് മാറ്റാനും മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനുമെല്ലാം ഈ ഫീച്ചർ വഴി സാധിക്കും. നേരത്തെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിലെ ഒരു ഡാറ്റ കേബിൾ വഴി പിസിയുമായി ബന്ധിപ്പിക്കണമായിരുന്നു. ലിങ്ക് ടു വിൻഡോസ് ആപ്പിനേക്കാൾ ലളിതമാണ് പുതിയ സൗകര്യമെന്നാണ് റിപ്പോർട്ടുകൾ. ആൻഡ്രോയിഡ് 11ലും അതിനുശേഷം വന്ന OS പതിപ്പുകളിലും പ്രവർത്തിക്കുന്ന ഫോണുകളിൽ ഈ സൗകര്യം പ്രവർത്തിക്കും. എന്നാൽ വിൻഡോസ് ഇൻഡൈസർ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്ത വിൻഡോസ് 11 OSൽ പ്രവർത്തിക്കുന്ന PC ആയിരിക്കണം. വിൻഡോസിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന ഫീച്ചറുകളുടെ പരീക്ഷണത്തിനായുള്ള കൂട്ടായ്മയാണ് വിൻഡോസ് ഇൻഡൈസർ പ്രോഗ്രാം. ഇപ്പോഴും നിർമ്മാണ ഘട്ടത്തിലിരിക്കുന്ന ഫീച്ചറാണിത്. അതിനാൽ പലവിധ പ്രശ്നങ്ങളും ഈ സംവിധാനത്തിൽ ഇപ്പോൾ അനുഭവപ്പെട്ടേക്കാം. നിയന്ത്രണങ്ങൾ പാലിച്ചില്ല. UAEയിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ലൈസൻസ് റദ്ദാക്കി. സെൻട്രൽ ബാങ്ക് നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് UAEയിൽ പ്രവർത്തിക്കുന്ന ഇൻഷുറൻസ് ബ്രോക്കറായ ഗാലക്സി ഇൻഷുറൻസ് ബ്രോക്കറിന്റെ ലൈസൻസ് സെൻട്രൽ ബാങ്ക് ഓഫ് UAE റദ്ദാക്കി. ഗാലക്സിക്ക് ദുർബലമായ കംപ്ലൈന്റ് ചട്ടക്കൂടുണ്ടെന്നും അതിന്റെ റെഗുലേറ്ററി ബാധ്യതകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടെന്നും സെൻട്രൽ ബാങ്ക് അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ റദ്ദാക്കൽ തീരുമാനം. മകൾ വോക്സ് വൈറസിന് അടിമയായെന്ന് മസ്ക്. പിതാവ് ലഹരിക്ക് അടിമയെന്ന് വിവിയൻ ജെന്ന വിൽസൺ. ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും CEO എലോൺ മസ്കിനെതിരെ രൂക്ഷ വിമർശനവുമായി മകൾ വിവിയൻ ജെന്ന വിൽസൺ. എലോൺ മസ്കുമായി ഒരു തരത്തിലുള്ള ബന്ധമില്ലെന്നും പിതാവ് മയക്കുമരുന്നിന് അടിമയാണെന്നും ട്രാൻസ്ജെൻഡറായ വിവിയൻ പറഞ്ഞു. എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള എക്സിന്റെ പ്രധാന എതിരാളിയായ ത്രെഡ്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പാണ് വിവിയൻ ജെന്ന വിൽസൺ പിതാവിനെതിരെ പ്രതികരിച്ചത്. പിതാവുമായി തനിക്കൊരു അടുപ്പമില്ലെന്നും മസ്ക് പറഞ്ഞ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെന്നും വിവിയൻ കൂട്ടിച്ചേർത്തു. സഹതാപത്തിന് വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നതെന്നും അവർ പറഞ്ഞു. മകന്റെ ലിംഗമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഇലോൺ മസ്ക് നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദമായി മാറിയിരുന്നു. തന്റെ മകൻ സെവിയറെ നഷ്ടമായത് വോക്ക് വൈറസ് കാരണമായെന്ന് മസ്ക് ഈയിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അത്തരം ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവരെ ജയിലിൽ അടക്കണമെന്നും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണ് അവരെ സ്വാധീനിച്ചതെന്നും മസ്ക് പറഞ്ഞിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ആശയങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു. UAE പൗരത്വം നൽകി ആദരിച്ച മലയാളി കാസിം പിള്ള നിര്യാതനായി. 56 വർഷം ദുബായ് കസ്റ്റംസിൽ പ്രവർത്തിച്ച തിരുവനന്തപുരം ചിറയൻകീഴ് പെരുങ്ങുഴി സ്വദേശിയായിരുന്ന കാസിം പിള്ള ദുബായ് സിലിക്കൺ ഒയാസിസിലെ വസതിയിൽ നിര്യാതനായി. 1963 ദുബായിൽ കപ്പലിറങ്ങിയ കാസിം പിള്ള 14 മാസം ബ്രിട്ടീഷ് ഏജൻസിയിൽ ജോലി ചെയ്ത ശേഷമാണ് ദുബായ് കസ്റ്റംസിൽ ജീവനക്കാരനായത്. പിന്നീട് ദുബായ് കസ്റ്റംസ് ആൻഡ് പോർട്സിൽ വിവിധ ചുമതലകൾ സേവനമനുഷ്ഠിച്ചു. വകുപ്പിന്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ അർപ്പിച്ച അദ്ദേഹത്തിന് അന്തരിച്ച മുൻ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് റാഷിദ് ബിൻ സയീദ് അൽ മക്തുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഗോൾഡൻ വീസ അവതരിപ്പിച്ചു ഇന്തോനേഷ്യ. വിദേശ നിക്ഷേപകരെയും സംരംഭകരെയും ലക്ഷ്യം വെച്ചാണ് രാജ്യം പുതിയ ഗോൾഡൻ വീസ പദ്ധതിയുമായി എത്തിയിരിക്കുന്നത്. ഇതുവഴി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ ശക്തമാകും. 5 വർഷത്തെ വീസ, 10 വർഷത്തെ വീസ എന്നിങ്ങനെ 2 പ്രധാന ഓപ്ഷനുകളാണ് ഗോൾഡൻ വീസയ്ക്ക് കീഴിലുള്ളത്. ഓരോ വീസയ്ക്കും പ്രത്യേക നിബന്ധനകളുണ്ട്. പദ്ധതിയുടെ പരീക്ഷണഘട്ടം കഴിഞ്ഞ വർഷം ആരംഭിച്ചിരുന്നു. പരീക്ഷണഘട്ടത്തിൽ ഏകദേശം 300 അപേക്ഷകർക്കാണ് രാജ്യം ഗോൾഡൻ വീസ അനുവദിച്ചിരിക്കുന്നത്. ഇതുവഴി $123 ദശലക്ഷം നിക്ഷേപം നേടിയതായി ഇന്തോനേഷ്യയുടെ ഇമിഗ്രേഷൻ ഏജൻസി മേധാവി സിൽമി കരീം പറഞ്ഞു. 5 വർഷത്തെ വീസ ലഭിക്കുന്നതിന് വ്യക്തിഗത നിക്ഷേപകർ കുറഞ്ഞത് $2.5 മില്യൺ മൂല്യമുള്ള ഒരു കമ്പനി സ്ഥാപിക്കണം. 10 വർഷത്തെ വീസയ്ക്ക് $5 മില്യൺ മൂല്യമുള്ള കമ്പനിയാണ് ആവശ്യം. രാജ്യത്ത് കമ്പനി സ്ഥാപിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇന്തോനേഷ്യയിൽ സർക്കാരിന്റെ ബോണ്ടുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്റ്റോക്കുകൾ തുടങ്ങിയവയിൽ നിക്ഷേപം നടത്താം. $3,50,000 നിക്ഷേപിച്ചുകൊണ്ട് 5 വർഷത്തെ പെർമിറ്റും $7 ലക്ഷം നിക്ഷേപിച്ചുകൊണ്ട് 10 വർഷത്തെ പെർമിറ്റും നേടാം. സിബി മലയിൽ മോഹൻലാൽ ടീമിന്റെ കൾട്ട് ക്ലാസിക് ചിത്രം ദേവദൂതൻ UAEയിലും റിലീസ് ചെയ്തു. റേഷ് രാജ് ഫിലിമാണ് GCCയിലെ തിയേറ്ററുകളിൽ സിനിമ എത്തിച്ചിരിക്കുന്നത്. റീമാസ്റ്റേഴ്സ് റീ എഡിറ്റിംഗ് പതിപ്പാണ് പ്രദർശിപ്പിക്കുന്നത്. ഷാർജയിൽ അൽ ഹംറ തിയേറ്ററിലും വെള്ളിയാഴ്ച മുതൽ പ്രദർശനം ആരംഭിച്ചു. ഇവിടെ സിനിമ കാണാൻ എത്തുന്നവർക്ക് വെള്ളി, ശനി, ഞായർ എന്നീ 3 ദിവസങ്ങളിൽ ഒരു ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഒരു ടിക്കറ്റ് ഫ്രീ എന്ന ഓഫറുമുണ്ട്. 24 വർഷങ്ങൾക്ക് ശേഷം വിശാൽ കൃഷ്ണമൂർത്തിയും മഹേശ്വരും അലീനയും വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്.
ജയപ്രദ, ജനാർദ്ദൻ, മുരളി, വിനീത്, ജഗദീഷ്, ലന, വിജയലക്ഷ്മി, ശരത് തുടങ്ങിയ നിരവധി താരങ്ങൾ ചിത്രത്തിൽ അണിനിരന്നിരുന്നു. വിശാൽ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. മുഗൾ രാജാക്കന്മാരുടെ കിരീടത്തിലുണ്ടായിരുന്ന വജ്രം 54 കോടിയുടെ മോതിരം അണിഞ്ഞ് നിത അംബാനി. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ആഡംബരം നിറഞ്ഞ വിവാഹമായിരുന്നു അംബാനി കുടുംബത്തിൽ നടന്നത്. ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചന്റെയും വിവാഹത്തിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതിഥികളെത്തി. 3 ദിവസം നീണ്ടുനിന്ന ആഘോഷവും വിവാഹത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ഇതിനൊപ്പം അംബാനി കുടുംബാംഗങ്ങൾ ആഘോഷങ്ങളിൽ ധരിച്ച വസ്ത്രങ്ങളും ആഭരണങ്ങളും ഫാഷൻ ലോകത്ത് ചർച്ചാ വിഷയമായി. അബുജാനി സന്ദീപ് കോസ്ലയും തരുൺ തഹ്ലാനിയും മനീഷ് മൽഹോത്രയുമെല്ലാം ഡിസൈൻ ചെയ്ത ആഡംബര ലഹങ്കകളും സാരികളുമാണ് നിത അംബാനിയും ഇഷ അംബാനിയും ശ്ലോക മെഹ്തയുമെല്ലാം ധരിച്ചിരുന്നത്. ഇതിനൊപ്പം കോടികൾ വിലമതിക്കുന്ന വജ്രവും മരതകവും പതിപ്പിച്ച ആഭരണങ്ങളും അണിഞ്ഞു. ഇപ്പോഴിതാ വിവാഹ ചടങ്ങിന് ശേഷം നടന്ന മംഗൾ ഉത്സവ് റിസപ്ഷനിൽ നിത അംബാനി അണിഞ്ഞ മോതിരമാണ് ഫാഷൻ ലോകത്ത് ചർച്ചാ വിഷയമാകുന്നത്. മിറർ ഓഫ് പാരഡൈസ് എന്നറിയപ്പെടുന്ന ഈ വജ്രമോതിരം വളരെയധികം സവിശേഷതകളുള്ളതാണ്. യുഎഇയിൽ താമസിക്കുന്ന മുഴുവൻ വ്യക്തികളും സൈബർ സുരക്ഷയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് വ്യക്തമാക്കുകയാണ് യുഎഇ സൈബർ സെക്യൂരിറ്റി കൗൺസിൽ. സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രധാനമായും പുതിയ മുന്നറിയിപ്പിൽ പറയുന്നത്. വീഡിയോയോ ഫോട്ടോയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നതിന് മുമ്പ് 2 തവണ ആലോചിക്കണമെന്നും സൈബർ സെക്യൂരിറ്റി വിഭാഗം പറഞ്ഞു. വയസ്സ്, ജെൻഡർ, ലൊക്കേഷൻ, ബയോമെട്രിക് ഡാറ്റ, ജോലി വിവരം, മെഡിക്കൽ വിവരങ്ങൾ, നിങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള യൂണിറ്റ് അടയാളങ്ങൾ തുടങ്ങിയ 7 വിവരങ്ങളാണ് തട്ടിപ്പ് സംഘത്തിന് ലഭിക്കുക. സൈബർ തട്ടിപ്പ് ഭീഷണി ഒഴിവാക്കാൻ സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോസ് പങ്കുവെക്കുമ്പോൾ ബാലൻസ്ഡ് ആയ രീതി സമീപിക്കുന്നതാണ് നല്ലതെന്ന് സൈബർ സെക്യൂരിറ്റി കൗൺസിൽ വ്യക്തമാക്കുന്നു. അധികമായി ഷെയർ ചെയ്യുന്നതിന് പകരം സ്വകാര്യത പാലിക്കപ്പെടുന്ന തരത്തിൽ ഫോട്ടോസ് പങ്കുവെക്കുന്നത് തുടരാവുന്നതാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.